എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ ജയരാജ്, മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താണ്? നിസ്സഹായതയാണോ, ഭയമാണോ? ഉത്തരം പറ. മുഖ്യമന്ത്രിക്ക് ആരെയും ഭയപ്പെടുന്ന കാര്യമൊന്നുമില്ലല്ലോ. മുഖം നോക്കാതെ നടപടിയെടുക്കുകയും അന്വേഷണം നടത്തുകയും അവരെ കുറ്റക്കാരെന്ന് കണ്ടു കഴിഞ്ഞാൽ നിയമത്തിന് പിന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുള്ള ഉറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഭയക്കാനൊന്നുമില്ല. ഇത്തരത്തിലുള്ള റാസ്പുട്ടിൻസിനെയും CP-മാരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാലത്തും പോയ പോലെയാണോ ശ്രീ ജയരാജ് ഇപ്പൊ കുറച്ചു കാലമായി പോകുന്നത്? ചോദിക്കേ. മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥരാണ് തലവേദനയെങ്കിൽ തലവേദന സൃഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥരെ എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഭരണാധികാരി, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കെൽപ്പുണ്ടാകണം. ഇരട്ടച്ചങ്കും വേണ്ട, ക്യാപ്റ്റൻ ആകുകയും വേണ്ട, ഒരൊറ്റ ചങ്ക് മതി, ഒരൊറ്റ നട്ടല് മതി, സാധാരണ ഒരു പ്രവർത്തകനായാൽ മതി, എന്നാലൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളുള്ള ആൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായത എന്തുകൊണ്ടാണ്? ഈ ഉദ്യോഗസ്ഥരെ മാറ്റാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്ന് അനങ്ങാനോ പറ്റാത്ത അവസ്ഥയുണ്ടായത് എന്താണ്? അല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ചൊല്ലുണ്ട്, ഈ കിണറ്റില് ഇത് വെച്ചിട്ട് വെള്ളവും പാളയം കയറും വെച്ചിട്ടാണ് വെള്ളം കോരുന്നത്, അല്ലെ തൊട്ടി വെച്ചിട്ടാണ് വെള്ളം കോരുന്നത്. അങ്ങനെ ഇത് റോപ്പ് പൊട്ടി കിണറ്റി വീണാലും കുറ്റം പറയും, പിണറായി വിജയൻ കാരണമാണ് റോപ്പ് പൊട്ടിയെന്ന്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ്, മാധ്യമ വേട്ടയിലൂടെയാണ് ഈ മാധ്യമ വേട്ട എന്നതൊക്കെ എത്ര കാലമായി ശ്രീ ജയരാജ്? ഓരോ പ്രതിസന്ധി വരുമ്പോഴും എടുത്തിടുന്ന ഒരു ഉത്തരമാണ് മാധ്യമ വേട്ട, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറെ വേട്ടകൾ കടന്നു വന്ന് അപ്പൊ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയാണെങ്കിൽ ഊരിപ്പിടിച്ച വടിവാളിന്റെ ഇടയിലൂടെ ഒക്കെ നടന്നു വന്ന വ്യക്തിയാണെന്ന് പറയുന്നു. ഈ വലിയ വായിലെ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും ഈ അവസ്ഥ കാണുമ്പോൾ ചോദിക്കേണ്ടി വരികയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരൊറ്റ കാര്യം, ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണോ ADGP MR അജിത് കുമാർ? ക്രമസമാധാന ചുമതലയിൽ നിന്ന് പേരിനെങ്കിലും മറ്റൊരു ചുമതലയിലേക്ക് മാറ്റാൻ താങ്കൾ ഈ പറയുന്ന നിയമ തടസ്സം എന്താണെന്ന് പോലീസിനെ ഭരിക്കുന്ന നിയമത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. താങ്കൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് സ്പെസിഫിക് ആയി പറഞ്ഞു തരും. എന്താ എന്റെ ഉദ്ദേശം? വരും ദിവസങ്ങളിൽ അത് കാണാൻ പോകുന്നതേ ഉള്ളൂ. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധിപ്പിക്കാനെങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. ചോദ്യം, ശ്രീധരൻപിള്ള ഇന്ന് പച്ചയായിട്ട് ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പ്രസ്ഥാനം നടത്തുകയും ആ പ്രസ്ഥാനം ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു, എക്സ്പൊണൻഷ്യലായിട്ട് പോപ്പുലേഷൻ വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അത് തീർച്ചയായും താങ്കളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ്, അത് പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ സമയം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുക്കുക. കാരണം ഓരോ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രയോറിറ്റിയും ഒക്കെ നമ്മുടെ നാട് കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന ശ്രീധരൻ പിള്ളയെ ആ ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് പ്രേരണയാകുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന് നിങ്ങൾ വിലയിരുത്തുന്ന പ്രത്യയശാസ്ത്രമാണ് RSS. ആ RSSുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള തൊപ്പിയിട്ട പോലീസുകാരനുണ്ട് എന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണെന്ന് താങ്കൾ ഒന്ന് ഓർക്കുക. അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നല്ലേ? അതെ. അതിനകത്ത് ഒരു ഉത്തരവും ഉരിയാടാതെ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ഈ വിഷയം ഇങ്ങനെ അടിക്കടി ചോദിച്ചിട്ടും ഒരു വാക്കുരിയാടാൻ പറ്റാതെ മൗനത്തിന്റെ തടവറയിലാണ് മുഖ്യമന്ത്രി എന്നതുകൂടി ഓർക്കുക. അപ്പൊ പിന്നെ നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം ഏതാണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള സമീപനമായി വരുന്നതേ ഉള്ളൂ. കാലതാമസം തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയം. മടിയിൽ കനമുള്ളവന് ഭയന്നാ മതി, വഴിയിൽ പേടിച്ചാൽ മതി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇങ്ങനെയുള്ള സ്ഥിരം പരിപാടികളുമായി എത്ര നാൾ മുന്നോട്ട് പോകും? ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ അധികാര കേന്ദ്രങ്ങളും നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചന്ദ്രസ്വാമിയെ പോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജോപ്പനും ജിക്കുമോനും സലീം രാജിനെയും പോലെ എല്ലാ ഭരണകേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടാവാറുണ്ട്. റീസെന്റ് ഒരു ഉദാഹരണം ഉമ്മൻചാണ്ടിയുടെ കേസ് താങ്കൾ പറഞ്ഞുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടി മറുപടി പറയണം എന്ന് വിടാതെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് മൗനത്തിലാണ്. എന്താ ഉറക്കം വരുന്നു? ഇന്നത്തെ ഉമ്മൻചാണ്ടി അന്നിരുന്ന സ്ഥാനത്ത് ഇന്നിരിക്കുന്ന ആൾക്ക് ഇതൊന്നും മറുപടി പറയാൻ ബാധ്യതയുമില്ല എന്ന മട്ടുമാണ്. നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിനകത്തൊരു അന്വേഷണം നടക്കുകയാണ്. ADGP തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പൊതുജന സമക്ഷത്തിൽ അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ ഇല്ല. അന്വേഷണം നടത്തുകൊണ്ടിരിക്കുന്ന ജയരാജിനെ സംസാരിക്കാം. ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്.
മുഖ്യമന്ത്രിക്ക് ഈ സമയം അവിടെ അന്വേഷണം നടന്നോട്ടെ, പൊതുമധ്യത്തിൽ വന്ന് ഈ വിവാദങ്ങളിൽ പുകമറകളിൽ അത് ജനത്തിന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പ്രതികരണം നടത്തിയാൽ എന്താണ് കുഴപ്പം? അതിന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്നുണ്ട് ടി വിയിൽ കാര്യങ്ങൾ പറയുന്ന ഒന്നായിരുന്നു കോവിഡ് സമയത്ത് ഒരു ആക്ഷേപം. എന്നിട്ട് അതിനുശേഷമാണ് കുറച്ച് ഈ മീഡിയ ആയിട്ടുള്ള ഒരു ടോക്കുകൾ ബ്രീഫിംഗ്സ് എല്ലാം മുഖ്യമന്ത്രി മനഃപൂർവ്വം കുറച്ചതാണ്. അയ്യന്റെ മോനെ, ഞാൻ എന്ത് പറയാനാ? ശ്രീ ജ്യോതികുമാർ പറഞ്ഞോളൂ. ഇവിടെ ഇടതു നിരീക്ഷകൻ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ADGP സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. എന്ത് തീരുമാനമാ? ADGP സ്വയം ലീവ് എടുത്തു പോകും എന്ന് വെച്ചാൽ ADGPക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും പിടിച്ച് അദ്ദേഹത്തെ ലീവ് എടുപ്പിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് തടികൂടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഫലത്തിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പാർട്ടി സെക്രട്ടറിയും LDFന്റെ കൺവീനറും ഇന്ന് തള്ളി പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികം. പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് സർക്കാർ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നടപടി എടുക്കാത്തത് ADGPക്കെതിരെ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് വിരുദ്ധമായ അഭിപ്രായം, മുഖ്യമന്ത്രി ചെയ്ത പ്രവൃത്തിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും LDFന്റെ കൺവീനറുമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പോ ഇത്രയും ദിവസമായിട്ടും ADGPയെ ഒന്ന് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും മുഖ്യമന്ത്രിക്ക് ആർജവുമില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ADGPയിൽ നിന്ന് ഒരു ലീവ് അപേക്ഷ കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി കാത്തിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ പത്രക്കാരെ കാണാത്തത് ഒരുപാട് പരാതി വന്നുകൊണ്ട് അദ്ദേഹം കുറച്ചിരിക്കുകയാണെന്നാ. ഞാനൊന്നും പറയുന്നില്ല, അതിനകത്തെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? സാധാരണക്കാർക്ക്, എന്നെ കേൾക്കുന്നവർക്ക് ഇതെല്ലാം ബോധ്യമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.